ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അംഗനവാടി പോക്കാണ്. ഇത് ഫസ്റ്റ് ഡേ അല്ല, സെക്കൻഡ് ഡേ ആണ്. ഇന്നലെയാണ് ആദ്യമായിട്ട് കൊണ്ടു ചേർത്തത്. ഇന്നലെ അടിപൊളിയായിരുന്നു. രാവിലെ പോയി അവിടെ ചെന്നു, കളിച്ചു, ചിരിച്ചു, പരിപാടിയെല്ലാം കഴിഞ്ഞു, വീട്ടിൽ വന്നു. അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നാണ് ഇച്ചിരി മടിയുണ്ട് ആൾക്ക്. പക്ഷേ സ്കൂളിൽ പോകാമെന്ന് പറയുമ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇറങ്ങി വരുന്നുണ്ട്, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഫ്ലാറ്റിലായതുകൊണ്ട് ഏറ്റവും മേളിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പടി ഇറങ്ങി താഴെ വരണം. ഇന്ന് ഞാനല്ല കൊണ്ടുവിടുന്നത്, ഇന്ന് അവർ അത്തയാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ അത്ത വരാമെന്ന് പറഞ്ഞപ്പോൾ താഴെ പോയി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന വരവാണിത്. ഫുൾ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ടാണ് ഇറങ്ങി വരുന്നതൊക്കെ. ബാഗൊക്കെ ഇട്ട് ഇറങ്ങാൻ ഭയങ്കര ഉത്സാഹമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. എവിടെ പോവാ? എവിടെ പോവാ ഇസു? സ്കൂളിൽ പോവാന്നോ? പോവണ്ട സ്കൂളിൽ പോവണ്ട. എന്താ സ്കൂളിൽ പോണോ? ചുച്ചോ, ഇന്ന് അവധിയാ സ്കൂളിന്. ഇന്ന് സ്കൂളില്ല ഇന്ന്. ഇവിടെ വാ ഇസു. ഇങ്ങ് നോക്കിയേ. ഇന്ന് സ്കൂളിൽ പോവണ്ട ഇന്ന്. വീട്ടിൽ പോവാം കയറി. സ്കൂളിൽ പോണോ? കൂട്ടുകാരെ കണ്ടോ? ടീച്ചറിൻ്റെ പേരെന്തുവാ? മായ ടീച്ചർ. ഓക്കെ. ഉത്സാഹമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എൻ്റെ മോൾ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഓടി വരുമെന്ന്. പക്ഷേ അതൊന്നുമല്ല. ഇവിടുത്തെ ട്വിസ്റ്റ് വേറെയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര ഉത്സാഹമൊക്കെയായിരുന്നു, സ്കൂളിൽ പോകാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അവർ അത്ത വരും. അപ്പോൾ അത്തയെ നോക്കി നിൽക്കുന്ന നിപ്പം, ഞാൻ പറയും അത്ത ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത്തയെ നോക്കി നിൽക്കുന്ന നിപ്പാണിത്. അപ്പം അത്ത വന്നിട്ട് എനിക്ക് ബൈക്കിലൊക്കെ കയറിയിട്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നു, ടാറ്റയൊക്കെ തന്നു. ഭയങ്കര ഉത്സാഹം എന്ന് വെച്ചാൽ സ്കൂളിൽ പോകാൻ അത്ത വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഉത്സാഹത്തിലാണ് പോയ, ടാറ്റയും ഉമ്മയൊക്കെ തന്നിട്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു. ഞാൻ ചോദിച്ചു എവിടെയാണ്? ഞാനിപ്പോൾ അംഗനവാടി ഇരിക്കുക. ചോദിച്ചു എൻ്റെ അവിടെ ഇരിക്കണേ? അത് എന്നെ ഇവിടെ നിന്ന് വിളിച്ചു, ഭയങ്കര കരച്ചിലാണ് അത്ത പോയെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിയോ, ആൾക്ക് ഉറങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങ് പോരാൻ പറഞ്ഞു. അപ്പോൾ ഞാനാണ് എന്നിട്ട് ഉച്ചക്കത്തേക്കിനുള്ള എന്തെങ്കിലുമൊക്കെ ആക്കണമല്ലോ, അതിനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ എനിക്ക് ടാറ്റയൊക്കെ തന്ന് വിടുക കേട്ടോ, ഉമ്മയൊക്കെ തന്നാണ് വിടുന്നത്. എന്നിട്ട് ഞാനാണെ അവിടെ ഇരിക്കുക, കിച്ചണിലിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക കയറി വന്നപ്പോൾ കൊരിച്ചിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ദേ വരുന്നു ആൾ. ഞാൻ ചോദിച്ചു എന്തേ? അത്ത പോയിന്ന് പറഞ്ഞിട്ട് കരയുക. അതുകൊണ്ട് ഞാനും കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഇന്നത്തെ അംഗനവാടി പോക്ക് ക്യാൻസൽ.